യെല്ലോ കാർഡും ഒക്കെ വന്നു കഴിഞ്ഞു, റെഡ് കാർഡും. ധാരാളം ഗൾഫ് പ്രവാസികൾ നാട്ടിലേക്ക്. അള്ളാഹു എല്ലാവർക്കും ഒരു നല്ല വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സഹോദരങ്ങൾ, അയ്യൂബ് നബിയുടെ മാരക രോഗം, ഭാര്യയും ഒക്കെ വിട്ടുപോയി. ആരോഗ്യമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്? എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഭാര്യയും മക്കളും നമ്മളെ കാത്തു നിൽക്കും, ഉപ്പ വരുന്നതും കാത്ത്. എന്തിനാന്നറിയാവോ? പിള്ളേർക്ക് നന്നായിട്ടറിയാം വരുന്ന ഉപ്പാടെ മടിശീലയിൽ തനിക്കുള്ള പലഹാരത്തിന്റെ പൊതിയുണ്ടെന്ന്. അതുള്ളത് കൊണ്ടാ മക്കള് കാത്തു നിൽക്കണേ. 2 ദിവസം ഇല്ലാതെ കയറിപ്പോയി മക്കളെ കാണോ? ഭാര്യ വാതുപ്പടി കാത്തു നിൽപ്പുണ്ടാവും. കാരണം ഭർത്താവിന് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്. ഇല്ലാതെ പോയി ഭാര്യ കൂടെ ഉണ്ടാവും. എന്താ പറയാത്ത? പേടിയാ ഭാര്യമാര്? ഭാര്യ കൂടെ ഉണ്ടാവും. എന്റെ പൊന്നു സഹോദരിമാരെ, ഭർത്താവ് നിന്റെ കൂടെ എപ്പോഴുണ്ടാകും. നിനക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഈ സൗന്ദര്യം നഷ്ടപ്പെടട്ടെ. ഭാര്യമാരുടെ ഏറ്റവും വലിയ ആവലാതി എന്താ? ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹമില്ല. മക്കള് 3 ഇപ്പൊ പണ്ടത്തെ സ്നേഹം നിങ്ങൾക്കില്ല. എന്താ കാരണം? കേരളത്തിലെ വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 85% വീടുകളിൽ സമാധാനമില്ല. 15% വീട്ടിൽ മാത്രമാണ് സമാധാനമുള്ളത്. പിന്നെ ആരും മാന്യത നമ്മുടെ പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. എന്റെ പൊന്നു സഹോദരൻ, ഈ പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വേദന മാറ്റാനുള്ള പൊയ്മുഖമാണ്. എനിക്കത് നന്നായിട്ടറിയാം. ഈ ചിരിക്കുന്ന മുഖമുണ്ടല്ലോ, ആ ചിരിക്കുന്ന മുഖം അല്ലെ, ഹൃദയത്തിന്റെ ഉള്ളിൽ കത്തിപ്പടരുന്ന വേദനകൾ മറയ്ക്കാനുള്ള ഒരുമാതിരി മൂടുപടം അതിനപ്പുറത്തേക്കൊന്നില്ല. ഈ ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിലുമുണ്ട് ഒരു കരയുന്ന, തേങ്ങിക്കരയുന്ന ഒരു ഹൃദയം. പിന്നെ ഈ നിലയും വിലയുള്ളതല്ല. ഞാൻ എങ്ങനെ ഇത് വെളിയിൽ പറയും? എല്ലാരും എന്നെ കുറിച്ച് പറഞ്ഞ ഞാൻ വലിയ ഭാഗ്യവാനാണ്. ഞാൻ എങ്ങനെ വെളിയിൽ പറയും എന്ന് കരുതിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കുന്നു. 85% വീടുകളിൽ സമാധാനമില്ല. അള്ളാഹു നമുക്ക് സമാധാനം നൽകട്ടെ. അതിനിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ വഴി? റഹ്മാ ബീബി റളിയല്ലാഹു തആല രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി അടുക്കളപ്പുറത്ത് ജോലി ചെയ്തു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ റഹ്മയെ പോലെ ആക്കട്ടെ. സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും വൈജാത്യത്തിലും വൈക്ലഭ്യത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന നല്ല സാലിഹത്തായ ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആക്കി തരട്ടെ. സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഭർത്താവിന് മാരക രോഗം, മക്കളൊക്കെ മരണപ്പെട്ടു പോയി, ആരുമില്ല കൂടെ. റഹ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട 18 വർഷം, 1 വർഷമൊന്നുമല്ല, 6 മാസമല്ല, നീണ്ട 18 വർഷം അയ്യൂബ് നബിയുടെ കുടുംബം ഈ ദുഃഖം അനുഭവിച്ചു. ഇനി ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, അള്ളാഹു ദുനിയാവിൽ ഒരാളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതിന്റെ അർത്ഥം അള്ളാഹ് അവനോട് വല്ലാത്ത സ്നേഹമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും സ്നേഹം ആരോടാണോ ആ ആളെയാണ് അള്ളാഹു ജീവിതത്തിൽ വല്ലാതെ ദുഃഖിപ്പിക്കുക. അള്ളാഹ്ക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അറിയില്ല. റബീഉൽ അവ്വലായിട്ട് പറഞ്ഞൂടെ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ നബി തങ്ങളുടെ ജീവിതം? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു. വാപ്പായുടെ മുഖം കണ്ടിട്ടില്ല. ജനിച്ചു 3 മാസം കഴിഞ്ഞു ഉമ്മ മരിച്ചു. മൂത്താപ്പ ഏറ്റെടുത്തു, മൂത്താപ്പ മരിച്ചു. അടുത്ത ആളെ ഏറ്റെടുത്തു, അദ്ദേഹവും മരിച്ചു. അനാഥനായി. വിവാഹം കഴിച്ചു കുറെ കഴിഞ്ഞപ്പോ ഭാര്യയും മരിച്ചു. എല്ലാം ജനിച്ചതെല്ലാം പെമ്മക്കൾ. ഏക ആൺതരി ഒരാണിനെ മാത്രം അള്ള കൊടുത്തു. ആ ആൺകുട്ടി 2.5 വയസ്സിൽ മരിച്ചു. ജീവിതത്തിൽ അള്ളാന്റെ റസൂൽ അനുഭവിച്ച ദുഃഖവും പ്രതിസന്ധിയും ലോകത്ത് ആരനുഭവിച്ചിട്ടുള്ളത്? നാട്ടുകാരും വീട്ടുകാരും വെറുത്തു, കല്ലെറിഞ്ഞു, ആട്ടി ഓടിച്ചു, നാട് വിടേണ്ടി വന്നു. 23 വർഷത്തെ ജീവിതത്തിന്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ കഥയത്രയാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇട്ട് ചില ആളുകൾ വിചാരിക്കും, അല്ല ഞാൻ ഇത്ര ഇബാദത്ത് നിസ്കാരം ഒക്കെ ചെയ്തിട്ട് അല്ല എന്നെ തന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണല്ലോ. അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണെന്നാണ്. അല്ല തന്നെ പരിശോധിക്കുകയാണ്, അയ്യൂബ് നബി പരിശോധിച്ചതുപോലെ. അപ്പൊ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ സാധാരണ ചെയ്യണം എന്താ? പ്രയാസങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഇനി ഇതിപ്പോ മാറ്റാൻ എന്താ ഒരു വഴി?
അപ്പൊ നോക്കുമ്പോഴാണ് കാസർഗോഡ് ടൗണിൽ ബോർഡ് കാണുന്നത് അതിജീവനത്തിന്റെ ആയോധന കല, താത്വികാചാര്യൻ ശ്രീ 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 വരുന്നു. 30 ശ്രീ ഇട്ടാലേ കമാലിയത്തെത്തുള്ളൂ. വരുന്നു, നേരെ പോയി പാസ് എടുത്തിട്ട് പോയി താടി വളർത്തിയ ആൾ ദൈവത്തിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആൾ ദൈവം വന്നിട്ട് പറയും ബ്രീത്ത് ഈസി, മുമ്പ് ഉള്ളോട്ട് വരും, താഴോട്ട് വിടും. പള്ളിയിലെ ഇമാമ് പറഞ്ഞു നിന്റെ വിഷമൊക്കെ മാറും, സുബഹിക്ക് വന്ന് അത്തഹിയാത്ത് ഇരിക്കൂല. സുബഹി നിസ്കരിച്ചിട്ട് നീ ദുആ ചെയ്യൂല, അത്തഹിയാത്തിലിരുന്ന് ദുആ ചെയ്യൂല. ആൾ ദൈവങ്ങളുടെ മുകളിൽ പോയി ചമ്രം പടിഞ്ഞിരുന്ന് ആയോധനാകലയുടെ അതിജീവനം പഠിക്കാൻ നമുക്ക് 1000 വട്ടം തൃപ്തി. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ജീവിതത്തിൽ ലോകം അവസാനിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് 40,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യ ദൈവം, ആ മനുഷ്യരും മണ്ണിൽ പോയി മരിച്ചു. അള്ളാഹുവിന്റെ കോടാനുകോടി സിട്ടുകളിൽപ്പെട്ട ഒരേ ഒരു സിട്ടി കടല്. ആ കടലിലെ തിരമാല ഒന്ന് ഇരമ്പിയപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ ആൾ ദൈവം സാരിയും പൊക്കിയിട്ട് 8ാം നിലയിലോട്ട് ഓടിക്കേറി. കണ്ടതല്ലേ നിങ്ങൾ? അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞു? ആർക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ സമാധാനം ഉണ്ടാകണോ? അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം, രസകരമാണ് ഖുർആൻ പഠിക്കിയ സഹോദരങ്ങളെ, രസകരമാണ്. അയ്യൂബ് നബി ഒരു ദിവസം വരുന്ന റഹ്മാ ബീവിയെയും കാത്തിരിക്കുക. റഹ്മാ ബീവി വരുന്നില്ല. വൈകുന്നേര സമയമായി, വിശക്കാൻ തുടങ്ങി, വല്ലാത്ത വിശപ്പ്. അയ്യൂബ് നബിക്ക് വന്ന രോഗം എന്തായിരിക്കും? ഒരു മുറിവ് വന്നു, പഴുത്തു. എത്ര ചികിത്സിച്ചിട്ടും ഭേദമായില്ല. പഴുത്ത് നാവ് ഹൃദയം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം പഴുത്തു. അപ്പൊ അയ്യൂബ് നബിക്ക് വന്ന രോഗം എന്തായിരിക്കും? ഒന്ന് ചിന്തിക്കുകയും, ഖുർആനല്ലേ, ഒന്ന് ചിന്തിക്കണ്ട. അയ്യൂബ് നബിയുടെ രോഗം എന്തായിരിക്കും? മുറിവ് വന്നിട്ട് വല്ലാതെ പഴുത്തു കയറുന്ന രോഗം, ഡയബറ്റീസ്. ടു ഡൈ എ ബിറ്റീസ് ഡയബറ്റീസ് എന്നാണ്. അപ്പൊ ഷുഗറിനെ കുറിച്ച് ലോകത്താദ്യമായി സൂചന നൽകിയത് അള്ളാഹുവിന്റെ ഖുർആൻ ആയിരിക്കാം. ഇത് എന്റെ നിഗമനമാണ്. ഇനി ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനിങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ ചിന്തിച്ചിട്ട് പറയാൻ വലിയ ഇഷ്ടമാണ്. നമ്മളൊരു നിഗമനം നടത്തണ്ടേ? ഏതായിരിക്കാം? അയ്യൂബ് നബിയുടെ മാരകമായ രോഗം ഷുഗറാണ്. ഷുഗർ രോഗികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ? പെട്ടെന്ന് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഷുഗർ രോഗികൾക്ക് എന്തുവരും? ദേഷ്യം വരും, വല്ലാത്ത ദേഷ്യം വരും. വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഏത് ഭർത്താവിനും ദേഷ്യം വരും. അതിപ്പോ പെണ്ണുങ്ങൾ ഏത് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ചില ഭാര്യമാർ ഇയാൾ എന്തൊരു മനുഷ്യനാ, വലിയ ഖത്തീബും ഭാഗത്തും ഒക്കെയാണ്, ഒരു നേരം ഭക്ഷണം ഒന്ന് താമസിച്ച ഇയാളുടെ സ്വഭാവം മാറും. ഈ വിശന്ന് കഴിഞ്ഞാൽ അത് ഭർത്താവ് നബിയാണെങ്കിൽ പോലും ദേഷ്യം വരുമെന്ന് ഖുർആൻ. എല്ലാം ഖുർആനാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അയ്യൂബ് നബി വൈകുന്നേരം വരെ കാത്തിരുന്നു, വിശക്കാൻ തുടങ്ങി. വിശപ്പ് കാരണത്താൽ ദേഷ്യം വന്നു. റഹ്മാ ബീവിയെ കാണാനില്ല. അയ്യൂബ് നബി പറഞ്ഞു, റഹ്മ താമസിക്കുന്നെന്ന്. അയ്യൂബ് നബിക്ക് സങ്കടം വന്നു. ഇനി അവളും എന്നെ വിട്ടിട്ട് പോയോ? 18 വർഷമായില്ലേ? ആ റഹ്മ ഏതായാലും വന്ന് വരട്ടെ. അവള് താമസിച്ചതിന് ഞാൻ അവൾക്ക് 100 അടി കൊടുക്കുന്നുണ്ട്. ഖുർആൻ സൂറത്ത് സ്വാദ്. അവള് താമസിച്ചുകൊണ്ട് 100 അടി കൊടുക്കുന്നുണ്ട്, ഞാൻ അവൾക്ക് വരട്ടെ. കുറെ കഴിയുമ്പോഴതാ ബഹുമാനപ്പെട്ട റഹ്മാ ബീവി റളിയല്ലാഹു അൻഹ വേവലാതിയോടെ വിഹുലതയോടെ സന്ധ്യാസമയത്ത് പാഞ്ഞെത്തുന്നു. അയ്യൂബ് നബി ദേശത്തോടെ പറഞ്ഞു, റഹ്മാ, നിന്നെ കാത്തിരുന്ന് വിശപ്പെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റഹ്മാ, എനിക്ക് വല്ലാതെ ദേഷ്യമായി പോയി റഹ്മാ. എന്തിനാണ് നീ താമസിച്ചത്? ഈ സമയം മൂവന്തിയായിട്ട് നിന്നെ കാണാത്തതെന്താ? നീ താമസിച്ചത് കൊണ്ട് നിനക്ക് ഞാൻ ഇന്ന് 100 അടി തരും റഹ്മാ. ആ സമയത്താണ് റഹ്മാ ബീവി പറഞ്ഞത്, പഠിക്കാൻ ഏറെ ഗുണപാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. എന്റെ പ്രിയപ്പെട്ട അയ്യൂബ് നബിയെ, എന്നെ നിങ്ങൾ അടിക്കരുതേ. ഞാൻ താമസിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ ഇന്ന് വൈകുന്നേരം പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് നിങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് വരുമ്പോ ആ സമയത്ത് നടന്നു വരുന്ന വഴിയിലൊരു പർണശാല കണ്ടു. ആധുനിക ആൾ ദൈവങ്ങളുടെ പുറകിലോട്ട് പോയ മുസ്ലിം സമുദായം കേട്ടുകൊള്ളുക. ആ പർണശാലയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാ. ആ തിരക്കെന്താന്നറിയാ? ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇവിടെ ഒരു വലിയ സിദ്ധനായ മനുഷ്യൻ വന്നിട്ടുണ്ട്. ഏത് രോഗവും അയാൾ മാറ്റിത്തരും, ഏത് പ്രയാസങ്ങളും അയാൾ മാറ്റിത്തരും. എന്റെ പൊന്നു സഹോദരങ്ങളെ,
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പോലും പണയം വെച്ച് എവിടെയൊക്കെയോ അലഞ്ഞുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ചരിത്രത്തിന്റെ തനിയാവർത്തനമാണിത്. ആ മനുഷ്യൻ ഏതു മാരക രോഗവും മാറ്റിത്തരുന്ന ആളാ. റഹ്മാ ബീവി പറഞ്ഞു, ഞാൻ ആ ക്യൂവിൽ നിന്നു. അദ്ദേഹത്തെ കാണാൻ വല്ലാത്ത ക്യൂ ആണ്. ആ ക്യൂവിൽ ഞാൻ നിന്നു. അവസാന സന്ധ്യമായപ്പോൾ എന്റെ ഊടമായി. ആ മഹാസിദ്ധനായ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവിന് മാരകമായ രോഗമാണ്, എന്റെ ഭർത്താവിന്റെ രോഗമെന്ന് മാറ്റിത്തരുമോ? ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, റഹ്മാ ഞാൻ മാറ്റിത്തരാം, പക്ഷേ അതിന് പ്രതിഫലമായിട്ട് നീ എന്താണ് എനിക്ക് തരിക? റഹ്മ പറഞ്ഞു, എന്റെ കയ്യിൽ സ്വന്തമായിട്ടൊന്നുമില്ല. എന്നാൽ റഹ്മാ, നിന്റെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം. പക്ഷേ മാറ്റിത്തന്നാൽ ആ സമയത്ത് നീ പറയണം, അന്ത ശഫൈതനീ, അന്ത ശഫൈതനീ, നീയാണ് എന്റെ രോഗം മാറ്റിയതെന്ന് നാവ് കൊണ്ടൊന്ന് പറഞ്ഞാ മതി. ഞാനാണ് നിന്റെ ഭർത്താവിന്റെ രോഗം മാറ്റിയതെന്ന് അയാളെ കൊണ്ടൊന്ന് ഒരു നിമിഷം പറയിപ്പിച്ചാ മതി. ആ സമയത്ത് നിനക്ക് അങ്ങനെ ചെയ്താൽ രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമല്ലെങ്കിലും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ, ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ഈ ലോകത്തോട്ട് വരുന്ന ജിബ്രീലിന്റെ വഹിയേറ്റ് പിടിച്ച ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഭാഗ്യം പിടിച്ച പെണ്ണല്ലേ. ആ പെണ്ണിനെന്തോ മനസ്സിലെന്തോ തോന്നി. അത് കേട്ടപ്പോൾ എനിക്കത് സമ്മതിക്കാൻ തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചിവിടേക്ക് വന്നതാണ്, അതുകൊണ്ടാണ് സമയം താമസിച്ചതെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ, അള്ളാഹു നിന്നെ കാത്തിരട്ടിച്ചു റഹ്മാ. ആരാണ് ആ വന്നിരുന്നതെന്നറിയോ? അത് വന്നിരുന്നത് ശൈത്വാനായിരുന്നു. ഈ കട്ടപ്പാടുകളുടെ നടുവിൽ നിന്റെ ഈമാൻ തട്ടിക്കാൻ വേണ്ടി പിശാച് വന്നിരുന്നതാണ്. പക്ഷെ റഹ്മാ, അല്ല നിന്നെ കാത്തു റഹ്മാ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ഖുർആനിനെ 21-ാം നൂറ്റാണ്ടുമായി ബന്ധിപ്പിക്കുക. ഇന്നലകളെ ഇന്നുമായി കൂട്ടിയിടച്ചിട്ട് നാളുകൾ ഭദ്രമാക്കുന്നവനല്ലേ ബുദ്ധിമാൻ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ 1000 പ്രയാസം വരുമ്പോ, മാറാ രോഗങ്ങൾ വരുമ്പോ, തീരാ ദുഃഖങ്ങൾ വരുമ്പോ, കടബാധ്യതകൾ മുതുകത്ത് വന്ന് കയറുമ്പോ, 1000 പേര് നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വരുമ്പോ ആ സമയത്ത് അയ്യൂബ് നബിയെ പോലെ പിടിച്ചു നിൽക്കണം. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കണം. അയ്യൂബ് നബി പറഞ്ഞു, റഹ്മാ, അയ്യൂബ് നബിക്ക് സങ്കടമായി. തന്റെ രോഗം മാറാനല്ലേ റഹ്മ താമസിച്ചത്. പക്ഷെ അവളെ 100 അടിക്കുമെന്ന് സത്യം ചെയ്തതല്ലേ. എങ്ങനെയാ റഹ്മയെ അടിക്കുക? അള്ളാഹു തന്നെ ഒരു പോംപടി പറഞ്ഞു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം. സന്ധ്യാസമയത്ത് ചാരികസേരയിൽ ചാരിക്കടന്നിട്ട് മംഗളവും മനോരമയും വായിച്ചു ലോറിക്കാരൻ നോബലിന്റെ കഥ വായിച്ചിട്ട് സമയം കളയുന്ന ഉത്തമ സമുദായത്തിന്റെ പെങ്ങള്, അള്ളാന്റെ ഖുർആന്റെ കഥ കേൾക്ക്. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുന്നത്. അയ്യൂബേ, വിഷമിക്കണ്ട അയ്യൂബേ. ഖുർആൻ തന്നെ പറയട്ടെ, വഖുദ് ബിയദിക ലിഗ്തൻ ഫളിരിബി വലാ തഹനദ് ഇന്നാ വദദിനാഹു സാബിറാ. ഓ അയ്യൂബേ, നിന്റെ വീടിന്റെ പരിസരത്ത് നിൽക്കുന്ന 100 പുൽക്കൊടികൾ മുറിച്ചെടുക്കുക. ആ 100 പുൽക്കൊടികൾ മുറിച്ചെടുത്തിട്ട് അത് ചൂല് കെട്ടുന്നത് പോലെ ഒന്ന് കെട്ടുക. എന്നിട്ട് ആ കെട്ടുകൊണ്ട് പുല്ലിന്റെ 100 പുല്ലുകൾ അറുത്തെടുത്ത കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കുക. അപ്പോൾ 100 അടിയുടെ സ്ഥാനത്തായി എന്ന് അള്ളാഹു തന്നെ അവരുടെ വ്യസനത്തിന് പരിഹാരം കണ്ടെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയും, അയ്യൂബ് നബിക്ക് സങ്കടമായി. 100 അടി കൊടുക്കുമെന്ന് പറഞ്ഞാലേ അടിക്കാതിരിക്കണം. എങ്ങനെയാ? അള്ള ഇടപെട്ടു. ഇതാണ് ഖുർആനിലെ കുടുംബം. ആലു അയ്യൂബ്. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ കുടുംബം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഞാൻ അടുത്തവിടയിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായി. അവരെ പിണക്കത്തിന്റെ ഇടയിൽ അള്ള ഇടപെടുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, 100 അടി അടിക്കാനല്ലേ പറഞ്ഞത്. സൂറത്ത് സ്വാദ് ഒന്ന് ഓതി നോക്കണം ചെറുപ്പക്കാരാ. ഖുർആൻ പഠിക്കണം. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും. ഖുർആൻ പഠിക്കണം. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. എത്ര സമയം വെറുതെ കളയുന്നുണ്ട്. ഈ ആലിമീങ്ങളുടെ അടുക്കൽ പോയിട്ട് ഖുർആൻ പഠിക്കണം. എത്ര സുന്ദരമാത്. 100 പുൽക്കൊടി മുറിച്ചെടുക്ക്, ചൂല് കെട്ടുന്നത് പോലെ ഒന്ന് കെട്ട്, എന്നിട്ട് റഹ്മയെ ഒന്നടിക്ക്. ഇപ്പൊ എത്ര അടിയായി? 100 അടിയായി. അവക്ക് വേദനിച്ചുമില്ല, നിങ്ങളുടെ സത്യം പിഴച്ചുമില്ല, രണ്ടുപേരും രക്ഷപ്പെട്ടു. എത്ര സുന്ദരമാണ് ഖുർആൻ, എത്ര സുന്ദരമാണ്. ഒന്ന് പഠിക്കും ചെറുപ്പക്കാരെ. ഇങ്ങനെ വെറുതെ നടന്നാൽ മതിയോ?
എന്റെ ലോകാവസാനം എന്നുള്ള കാസറ്റ് കേട്ടിട്ടാണ് ഈ സ്നേഹം മുഴുവനും. ആ സ്നേഹം ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്നേഹമാകട്ടെ. പക്ഷെ ഇതൊക്കെ ഖുർആനാണ് പറയുന്നത്. ഒന്ന് പഠിക്കാൻ തയ്യാറാവണം. എൻ മകനേതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിലി ഓർമ്മ വേണം. നിന്നുടെ ഭാഷതാൻ നിന്തറവാട്ടമ്മ അന്യയാം ഭാഷാവിരുന്നുകാരി. എവിടെ പോയാലും മനസ്സിലൊരു ഓർമ്മ വേണം. ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും കന്നഡ സംസാരിച്ചാലും നിനക്കൊരു ഭാഷയുണ്ട്. ഏത് ഭാഷ? സ്വർഗത്തിലെ ഭാഷ, ഖുർആന്റെ ഭാഷ, റസൂലുള്ളാഹിയുടെ ഭാഷ, അറബി ഭാഷ. അതൊന്നും പഠിക്കാൻ അവസരം ഉണ്ടാകണ്ട. നിനക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, കന്നഡ അറിയാം, ഉറുദു അറിയാം, തമിഴ് അറിയാം, ഒക്കെ ആയിക്കോട്ടെ. നിനക്കൊരു ആദർശത്തിന്റെ ഭാഷയില്ലേ? അതേത് ഭാഷ? അറബി ഭാഷ. അതും കൂടെ ഒന്ന് പഠിക്കണം കേട്ടോ, സമയം കിട്ടുമ്പോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ആ സമയത്ത് ലോകാവസാനം കേട്ടിട്ട് വല്ലാതെ എന്നെ സ്നേഹിച്ച ധാരാളം ആളുകൾ, എന്റെ പൊന്നു സഹോദരങ്ങളെ, മനസ്സിലൊരു പ്രത്യാശയുടെ കിരണം ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ വേറൊന്നും പറയാൻ കഴിയില്ല. ഇനി ജീവിക്കാൻ ഒരു പ്രേരകമാകട്ടെ. തളർന്നുപോയ മനസ്സിന് ഇതൊരു മൃതസഞ്ജീവനി പോലെ. അയ്യൂബ് നബിയോട് ഭാര്യ ചോദിച്ചു, എന്റെ അയ്യൂബ് നബിയെ, നിങ്ങൾ അള്ളാന്റെ പ്രവാചകനല്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇതാണ് എന്റെ മർമ്മഭാഗം. നിങ്ങൾ അള്ളാന്റെ പ്രവാചകനല്ലേ? നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും നല്ല സമയം മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. ഏറ്റവും നല്ല രാത്രി സന്ധിക്കാൻ നമ്മൾ പിരിക്കണം. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് 10 സലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ട് വരിക. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. നമുക്ക് ദുആ അത്രയും നല്ല, സാധാരണ എല്ലാ വാദവും നടക്കുന്ന രാത്രിയിലാണ്. ഇത് മഗ്‌രിബിന്റെ സമയം, ദുആയ്ക്ക് മറുപടിയുള്ള സമയം. അല്ലാഹ് 5:45. എത്ര മണിക്ക് ഉസ്താദ് മഗ്‌രിബ്? മഗ്‌രിബിന്റെ ബാങ്ക് എത്ര മണിക്ക്? 6:20. പ്രസംഗിച്ചിട്ട് എനിക്കൊരു മനസമാധാനമായിട്ടില്ല. അയ്യൂബ് നബിയോട് ഭാര്യ റഹ്മ ചോദിച്ചു, അയ്യൂബ് നബിയെ, നിങ്ങൾ നബിയല്ലേ? നിങ്ങൾ നബിയല്ലേ? നിങ്ങൾ എന്താ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യാത്തത് ഇത് മാറാൻ? അയ്യൂബ് നബി ചോദിച്ചു, റഹ്മ, അള്ളാഹ് നീണ്ട 80 വർഷം അള്ളാഹ് എനിക്ക് സുഖം തന്നില്ലേ? ഇനി അതിന് പകരം 80 വർഷം അവൻ എനിക്ക് ദുഃഖം തരട്ടെ. ഞാൻ എന്തിനാ അള്ളഹാനോട് ആവലാതി പറയണേ? നമ്മളിങ്ങനെ ചിന്തിക്കൂ. നമുക്ക് ഒരു ദിവസം കിട്ടിയില്ലേ പിന്നെ അള്ളാഹ് കൊള്ളൂല. നീണ്ട 80 വർഷം അള്ളാഹ് എനിക്ക് സുഖം തന്നതല്ലേ? ഇനി അതിനപ്പുറം 80 വർഷം അള്ളാഹു എന്നെ ദുഃഖിപ്പിക്കട്ടെ, എനിക്ക് പ്രയാസമില്ല. അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ ഈ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുമ്പോ അയ്യൂബ് നബി അവസാനം അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആരെങ്കിലും മാനസിക പ്രയാസം അനുഭവിക്കുന്നുവോ, ജീവിതത്തിൽ ദുഃഖിക്കുന്നുവോ, കേട്ടുകൊള്ളുക. അയ്യൂബ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനാദാ റബ്ബഹു, അല്ലാഹുവിനോട് കൈയുയർത്തി ദുആ ചെയ്യുകയാണ്. ഈ സന്ധ്യയും നമുക്ക് അല്ലാഹുവിനോട് കൈയുയർത്താനുള്ള സന്ധ്യയാകട്ടെ. കരഞ്ഞ് നിലവിളിച്ച് ദുആ ചെയ്യാനുള്ള ഒരു സന്ധ്യ ഈ 4 ജുമാ മസ്ജിദിൽ അല്ലാഹു നമുക്കും തരട്ടെ. 18 വർഷം സന്താനങ്ങളില്ലാത്തവർ കരഞ്ഞിട്ട് ദുആ ചെയ്തപ്പോ ഇതേപോലൊരു സദസ്സിൽ നിന്നാണത് കിട്ടിയത്. ക്യാൻസർ ബാധിച്ചിട്ട്, ആമാശയത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് ആമാശയം മുഴുവനും പഴുത്തുമാറി മൂത്രദ്വാരത്തിലൂടെ പഴുപ്പ് വെളിയിലോട്ട് പോയ സ്ത്രീ ഇതുപോലൊരു സദസ്സിൽ അഹ്മദ് കബീർ ബാക്കവി വഅദ് പറയുമ്പോ കരഞ്ഞു ദുആ ചെയ്തപ്പോ അല്ലാഹ് അസുഖം ഭേദമാക്കി എന്ന് മാത്രമല്ല, അവർ ഇപ്രാവശ്യത്തെ ഹജ്ജ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇത് അത്ഭുതങ്ങളുടെ സദസ്സ്, ഇത് സലാത്തിന്റെ സദസ്സ്, ഇത് പ്രാർത്ഥനയുടെ സദസ്സ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം നിങ്ങൾക്കറിയണോ? അല്ലാഹു പറയാണ്, അയ്യൂബ് നബി ദുആ ചെയ്തു, അല്ലാഹുവേ അയ്യൂബ ഇദ്നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് അയ്യൂബ് നബി കരളുരുകി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ അന്നീ മസ്സനിയൽ ദുർറു, എനിക്കൊരു വല്ലാത്ത പ്രയാസം വന്നു അല്ലാഹുവേ, ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ് തമ്പുരാനെ, ഒരു വലിയ കൊടും വിപത്ത് എന്നെ ബാധിച്ചിരിക്കുകയാണ് അല്ലാഹുവേ, നീ അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. വഅൻത അർഹമുർ റാഹിമീൻ, നീ അടിമകളോട് കരുണയുള്ളവനാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹുവേ. ആരോടും പറയാതെ എന്റെ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന എന്റെ ദുഃഖങ്ങൾ, ഒരു മനുഷ്യന്റെ ദുഃഖം 2 ദുഃഖങ്ങളാണ്. പരസ്യമായ ദുഃഖം, ആരോടും
പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ അവൻ മാത്രം അറിഞ്ഞ അവന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അതുപോലും അവൻ പറയുന്നത് അവന്റെ അല്ലാഹുവിനോട്. അല്ലാഹുവേ വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് കരുണയുള്ളവരിൽ കരുണയുള്ളവനാണല്ലോ അല്ലാ. വല്ലാത്ത ദുആയാണ് അയ്യൂബ് നബിയുടെ. മാറ്റിത്തരണമെന്ന് പറഞ്ഞില്ല. അല്ലാഹുവേ നിനക്കെന്നോട് കരുണയുണ്ടല്ലോ അല്ലാഹുവേ. അയ്യൂബിനോട് കരുണ തോന്നി അല്ലാഹുവിന്, അല്ലാഹു നമ്മളോടും കരുണ തോന്നട്ടെ. അല്ലാഹു നമുക്കും കരുണ അല്ലാഹു നൽകട്ടെ. ഈ സന്ധ്യാസമയത്ത് അല്ലാഹുവേ പൊട്ടിക്കരയുന്ന മനസ്സുകളുമായി, ചിതറിത്തെറിക്കുന്ന ദുഃഖങ്ങളുമായി നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈയുയർത്തി പറയുന്നു അല്ലാഹുവേ, ഞങ്ങളോട് നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം തീർക്കണേ തമ്പുരാനെ, തീർക്കണേ തമ്പുരാനെ. എല്ലാം അറിയുന്നവൻ ഓഹേ സബ് കുച്ച് ജാനിനെ വാല, എല്ലാം അറിയുന്ന തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അയ്യൂബ് നബിയോട് അല്ലാഹു ചോദിച്ചു, അയ്യൂബേ എവിടെയാണ് നിൽക്കുന്നത്? അല്ലാഹുവേ മരുഭൂമിയിലാണ് റബ്ബേ. പ്രതിസന്ധികളിൽ തളരാതെ എന്ന എന്റെ വിഷയം കേൾക്കാനെത്തിയവരെ ആവർത്തിച്ച് കേട്ടുകൊള്ളുക. അല്ലാഹു ചോദിച്ചു, അയ്യൂബേ എവിടെയാണ്? അല്ലാഹുവേ മരുഭൂമിയിലാണ് റബ്ബേ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉറുക്കുൽ ബിരിജിലിക, നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിൽ മെല്ലെ ഒന്ന് ചലിപ്പിക്കയ്യൂബേ. ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കാലുകൊണ്ട് മെല്ലെ ചലിപ്പിച്ചപ്പോ അതാ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ നടുവിൽ നീരുറവ പൊട്ടി ഒലിക്കുകയാണ്, തടാകം ഒലിക്കുകയാണ്, ജലാശയം പൊട്ടിപ്പിളരുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ആരാണ് നിന്റെ അല്ല എന്നറിയോ? ലാ ഖുവത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പൊന്നുമോനെ, ആരാ പടച്ചറബെന്നറിയോ? ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ നടുവിൽ നീരുറവ പൊട്ടിയൊലിപ്പിച്ചതിന്റെ തമ്പുരാനുണ്ടല്ലോ. ഒരു കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് കറുകറുത്തിരിക്കുന്ന കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാല് ചൊരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാനുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിന്റെ ഉള്ളിൽ നിന്ന് അരുവി ഒലിപ്പിച്ച തമ്പുരാനുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവല്ലയോ അയ്യൂബ് നബി നിൽക്കുന്ന മരുപ്പറമ്പില് ജലസരിത്തുണ്ടായി. അയ്യൂബ് നബി അത്ഭുതത്തോടെ നിൽക്കുമ്പോ അല്ലാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. അവിടെയും ചാലുകൊണ്ടൊന്ന് ചലിപ്പിക്കുക. ആ മരുഭൂമിയിൽ അയ്യൂബ് നബി കാലുകൊണ്ട് വരച്ചപ്പോ സഹോദരങ്ങളെ രണ്ടാമതും ഒരു ജലസരിത്ത് പൊട്ടിയൊലിച്ചു. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉറുക്കുൽ ബിരിജിലിക, ശരീരം മുഴുവനും മാരകമായി പഴുത്തു വിറങ്ങലിച്ചു നിൽക്കുന്ന അയ്യൂബ് നബിയോട് പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കുക. അയ്യൂബ് നബി അത്ഭുതത്തോടെ പടച്ചറപ്പിനോട് ചോദിച്ചു, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് മാരകമായ രോഗമാണ്, അത് മാറാൻ പച്ചവെള്ളത്തിൽ കാലുമുക്കാനോ? ഹാദാ മുഗ്തസലുൻ ബാരിദും വശറാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അയ്യൂബ് നബി അല്ലാഹുവോട് ചോദിച്ചു, സഹോദരങ്ങളെ പുത്തൻ വാദങ്ങളുടെ നടുവിൽ മനസ്സ് നടുങ്ങി പോകരുത്, പുതിയ വാദങ്ങളിൽ മനസ്സ് കുടുങ്ങരുത്. അയ്യൂബ് നബി അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ ഹാദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ലേ? അയ്യൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ളത്തിന് 2 ഉപയോഗമേ ഉള്ളൂ. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. ഇതുകൊണ്ട് രോഗം മാറുമോ? അല്ലാഹുവേ പച്ചവെള്ളം കൊണ്ട് രോഗം മാറും. അത് അല്ലാഹുവിന്റെ സാലിഹീങ്ങളുടെ സാന്നിധ്യമുള്ളതാണെങ്കിൽ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ കരസ്പർശനമുള്ളതാണെങ്കിൽ ആ പച്ചവെള്ളം കൊണ്ട് രോഗം മാറും. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ അത് പരിഗണിക്കേണ്ട കാര്യമില്ല, നിന്നോടല്ലേ കാര്യമുക്കാൻ പറഞ്ഞത്. ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ചു മാരക രോഗത്തിന്റെ അടിമയായ അയ്യൂബ് നബി കാലൊന്നു തൊട്ടപ്പോ സഹോദരങ്ങളെ അയ്യൂബ് നബിയുടെ മാരക രോഗം അതോടെ ശിവയായി. അയ്യൂബ് നബിയുടെ സൗന്ദര്യം മുഴുവനെ തിരിച്ചു കിട്ടി. മരിച്ചുപോയ മക്കൾ മുഴുവനുമല്ല തിരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണ്ണത്താലുള്ള വെട്ടുകിളിയെ അയച്ചു കൊടുത്തിട്ട് അല്ലാഹു അയ്യൂബ് നബിയുടെ സമ്പന്നത തിരിച്ചു കൊടുത്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ എന്തിനാ പതറുന്നത്?
എന്തിനാ മറന്നു പോകുന്നത്? വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത തമ്പുരാനില്ലയോ? വെറും പച്ചവെള്ളം കൊടുത്ത് ശിഫ കൊടുത്ത തമ്പുരാനില്ലയോ? അവനല്ലേ നമ്മുടെ കൂടെയുള്ളത്? അവനല്ലേ കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചെടുത്തത് അല്ലയല്ലയോ? 120-ാമത്തെ വയസ്സിൽ സക്കരിയ നബിക്ക് കുഞ്ഞിനെ കൊടുത്തതല്ലയല്ലയോ? ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, മനസ്സിലീമാൻ വേണം. അയ്യൂബ് നബി കാലുമുക്കി, രോഗം ശിഫയായി. നിങ്ങൾ പറയും, ഉസ്താദെ ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രയാസം ഉണ്ടല്ലോ, അത് ഇങ്ങനെയുള്ളതൊന്നുമല്ല, ഞാൻ രക്ഷപ്പെടൂല ഉസ്താദെ. ഇപ്പൊ നിങ്ങളുടെ ഒരു ചിന്തയുണ്ട്, ഉസ്താദ് ഒക്കെ ശരിയാണ്. എന്ത്? അയ്യൂബ് നബിയുടെ കാലുമുക്കിയപ്പോ രോഗമൊക്കെ ശിഫയാക്കി കൊടുത്തു അല്ലാഹ്. പക്ഷെ എന്റെ അള്ളാഹു, ഞാനിപ്പോ പെട്ടിരിക്കുന്ന പെടലുണ്ടല്ലോ, ഞാനിപ്പോ പെട്ടിരിക്കുന്ന ഈ പ്രയാസം ഉണ്ടല്ലോ, അതങ്ങനെ ഒന്നും പോവില്ല ഉസ്താദ്, രക്ഷപ്പെടാൻ പാടാ. സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ കോടിയിലൊരംശം പോലും സാധ്യതയില്ലാത്ത മനുഷ്യൻ രക്ഷപ്പെട്ട കഥ ഖുർആൻ പറയും. രക്ഷപ്പെട്ട കഥ അള്ളാഹുവിന്റെ ഖുർആൻ പറയും. പറയട്ടെ, രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ആ കഥ ഖുർആൻ പറയുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാവും, ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ് ഞാൻ എന്റെ ഒരു സമ്മാനവും തരാതെ നമുക്ക് പിരിയാം. എല്ലാ ടെൻഷൻ വരുമ്പോഴും ഓതാൻ, എല്ലാ ടെൻഷൻ വരുമ്പോഴും ഓതണം. ഞാൻ പറഞ്ഞാൽ അള്ളാഹു കബൂലാക്കട്ടെ. അവസാനം വരെ ഇരിക്കണം, അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സിലൊരു ബുദ്ധിമുട്ട് മാറാൻ അള്ളാഹു ധാരാളം പ്രയാസങ്ങൾ ചൂടുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹാബത്തുമായിട്ട് നടന്നു പോവുക. അപ്പൊ ഒരു മനുഷ്യൻ വിറക് കെട്ടി ചുമന്നുകൊണ്ട് പോകും തലയിൽ. ഈസാ നബി പറഞ്ഞു, ഇയാൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും. ഈ വിറക് വെട്ടി 3 ദിവസത്തിനുള്ളിൽ മരിക്കും. ശിഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവസാനം ഈസാ നബി ശിഷ്യരും വരുമ്പോ 3 ദിവസത്തിന് ശേഷം ഈ വിറക് വെട്ടി വിറക് ചുമന്നുകൊണ്ട് അതിലേ തന്നെ വന്നു. അപ്പൊ ഈസാ നബിയോട് കൂടെയുള്ളവർ ചോദിച്ചു, ഈസാ നബിയെ, നിങ്ങളല്ലേ പറഞ്ഞ ഇയാൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കുന്നു? ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ല, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ കൽബിലൊരാഗ്രഹം വേണം, എന്നാലേ നടക്കുള്ളൂ. കൽബിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കടലിന്റെ മുകളിലൂടെയും നടക്കും. പക്ഷെ കൽബ് കറക്റ്റ് ആവണം. ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങുവോ താഴുവോ നോക്കിയിട്ട് കൈവച്ച ഉറപ്പാണ്. മുങ്ങൂലാന്ന് മനസ്സിന്റെ രാജ്യത്തെ പടച്ചോനെ. മൂസാ നബി ഇതിന്റെ മുകളിൽ കൂടെയാണ് നടന്നത്. സഅദ് റളിയല്ലാഹു അൻഹു നടന്നത് ഇതിന്റെ മുകളിൽ കൂടെയാണ്. ഞാനും നടക്കാൻ പോവുകയാണ്. ഞാനും ഒരു സയ്യിദ് ആവുകയാണെന്ന് പറഞ്ഞ് ഹസ്രത്ത് മൂസായുടെ വടി കടവെടുക്കണം. അപ്പോ പോകും, ഒരു പ്രശ്നമില്ല. സഹോദരങ്ങളെ, ഈസാ നബി പറഞ്ഞു, ഞാൻ ഇയാൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് പറയാൻ കാരണം, ഇയാൾ വിറക് കെട്ടി ചുമന്നുകൊണ്ടുമ്പോ ഈ വിറകിന്റെ ഉള്ളിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടാകും. ഞാനത് കണ്ടു. ആ പാമ്പ് കൊത്തിയാൽ സ്വാഭാവികമായൊരു മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാമ്പ് ഇയാളെ കൊത്തി ഇയാൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും. പക്ഷെ പോകുന്ന വഴിയിൽ നന്നായിട്ട് കേട്ടോളി, ഈ മനുഷ്യൻ വിറക് ചുമന്ന് തളർന്നിട്ട് അയാൾ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു. അയാളുടെ കയ്യിൽ ആകെ ഒരു റൊട്ടിയുണ്ട്. നന്നായിട്ട് വയറ് വിശക്കുമ്പോ റൊട്ടി തിന്നാൻ വേണ്ടി പോയപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറേയേറെ നാളുകളായി, എനിക്ക് ഈ ഭക്ഷണം ഒന്ന് തരുമോ? സ്വന്തം വിശപ്പുണ്ടാകുമ്പോഴും ആ വിശപ്പ് മാറ്റാതെ ഈ റൊട്ടി അയാൾ ആ മനുഷ്യന് കൊടുത്തു. ഈ ഒരൊറ്റ സദക്കയുടെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ആ പാമ്പ് കൊത്തിയിട്ട് മരിക്കണമെന്നുള്ള അള്ളാഹുടെ തീരുമാനത്തെ അള്ള മാറ്റി ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് എന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്കൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. ഒരു രോഗി അറിയുന്നതിന് 15 വർഷം മുമ്പേ ക്യാൻസറിന്റെ രോഗാണു ശരീരത്തിൽ കയറുന്നതാണ്. 15 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ രോഗലക്ഷണം വെളിയിൽ വരുന്നത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട്. ഖലാഇനെ തടുക്കാൻ 2 രേഖകളിൽ, ഒന്ന് ദുആ, ഒന്ന് സദഖ. ഖലാഇനെ, അള്ളാഹുടെ ഖലാഇനെ തടുക്കാൻ അള്ള പറഞ്ഞു, ഒരാൾ ഞാൻ അവന് ചിലപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കും വാഹനാപകടത്തിൽ, അവൻ സദഖ ചെയ്യും, ദുആ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെടും, അള്ളാഹു അതിനെ മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സദഖ അത് നമ്മുടെ ഖലാഇനെ മാറ്റും. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ. ഈ മദ്രസയുടെ പണിക്ക് വേണ്ടി സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒന്ന് കാര്യമായിട്ട് അള്ളാഹുവേ ഇൻഷാ അല്ലാഹ് സദഖ ഇപ്പൊ ചെയ്യും, ദുആ 10 സലാത്തിൽ നമുക്ക് ദുആ ചെയ്യാം. എന്റെ ഈ സദസ്സിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തിട്ട് പഴുപ്പ് മൂത്രദ്വാരത്തിലൂടെ വെളിയിൽ പോയൊരു സ്ത്രീയുണ്ട്. ആ ഭർത്താവ് പറഞ്ഞു, ഉസ്താദെ 2 വർഷമാണ് കല്യാണം കഴിഞ്ഞത്, ദുആ ചെയ്യണം.
സദസ്സിൽ വെച്ച് 3 സലാത്തിൽ ദുആ ചെയ്തു. അവരിപ്പോ എന്റെ കൂടെ ഭാര്യ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അത് പറയണ ആളുടെ കേമത്തരം തന്നെ. എന്നേക്കാൾ നല്ല ധാരാളം ഉസ്താദന്മാരൊക്കെ ഈ സദസ്സിലുണ്ട്. ഈ സന്ധ്യാസമയം മഗ്‌രിബിന് ബാങ്ക് വിളിക്കാൻ പോണ സമയം 10 സലാത്തിൽ നമ്മൾ ദുആ ചെയ്യും. പെട്ടെന്ന് ഒരു നല്ല സദഖ പക്കറ്റുമായിട്ട് പോകാൻ ഒരു നല്ല സദഖ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ തരാം. അള്ളാഹു എന്റെ എല്ലാ ജീവിതവും അള്ളാഹു ഖൈറലാക്കി തരട്ടെ. അതിനുവേണ്ടി നിയത്ത് ചെയ്ത് ഞാൻ സദഖ ചെയ്യാണ്. അതേപോലെ നിങ്ങളെല്ലാവരും ചെറിയ സദഖല്ല. വെള്ളിയാഴ്ച ബക്കറ്റ് വരുമ്പോ ഈ കീറി 5 രൂപ നോട്ട് ഇടുന്ന മാതിരിയല്ല. ഒരു മദ്രസക്ക് വേണ്ടി ഒരു പിരിവൊന്നും ഈ സദസ്സിലില്ല. ബക്കറ്റുമായിട്ട് ഇതിന്റെ ഭാരവാഹികൾ വരും. നല്ല ഒരു സദഖ അള്ളാഹു ഭാവിയിൽ എന്ത് തീരുമാനിച്ചോ മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ എന്റെ എല്ലാ സദസ്സുകളിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അടുത്ത സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരികയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു എല്ലാ സദഖകളും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആര് നിരാശരാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ 10 സലാത്തിൽ ദുആ ചെയ്യും. അതിൽ പങ്കാളികളാകണം. എല്ലാവരും അവരവരെ കണ്ട് 100, 200, 300, 500 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു നല്ല സദഖ ഈ മദ്രസ പണിക്ക് വേണ്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കും, അത് കൊടുത്തോളി എല്ലാവരും കൂടി. നീ അറബിയുടെ കമ്മീസ് ഇട്ടുകൊണ്ട് ബക്കറ്റൂന് പോയ ആളുകൾ അവർക്ക് ഇവിടെ അറബി ഉണ്ടല്ലോ, അറബി മദ്രസ പണിയിപ്പിച്ചുള്ളൂ. സാധാരണ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് സമയമില്ല, ആകെ 10-20 മിനിറ്റേ ഉള്ളൂ. ഇനി ഇത് ബാക്കി കേൾക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് പവ്വലി വരും. അതിന്റെ ബാക്കി അവിടെ പറയാം. പവ്വൽ 9 മണിക്ക്. ഞാൻ വലിയ റിസ്ക് ആണ് ഏറ്റത്. ഇനി ഇവിടെ സംസാരിച്ചിട്ട് ഇനി അടുത്തടുത്ത് പോയി സംസാരിക്കുന്നത്. പിന്നെ ഈ അഷ്റഫ് തന്നെ വല്ലാതെ കുറച്ച് അവന്റെ പുറകെ കൂടി നിവൃത്തിയില്ലാതെ ഞാൻ ഡേറ്റ് കൊടുത്താണ് ഇവിടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ സാധാരണ ഒരു ഉസ്താദെ ഞാൻ അകപ്പെട്ടിരിക്കുന്ന വിഷയം അത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ നിരോശരാകണ്ട. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. ഒരു അടുത്ത സംഭവം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചുരുക്കി പറയും, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പ്രബോധനമേൽപ്പിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹുടെ അനുമതിയില്ലാതെ ഇവരാരും നന്നാവൂല എന്ന് പറഞ്ഞ യൂനുസ് നബി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കപ്പല് കയറാൻ വേണ്ടി എത്തി. കടപ്പുറത്ത് വന്നു, കപ്പല് കയറി. കപ്പല് നടുക്കടലിലെത്തുമ്പോ കപ്പല് കാറ്റും കോളും അടിക്കാൻ തുടങ്ങി. തിരമാലകൾ ആഞ്ഞു പോകാൻ. എല്ലാവരും സദഖ ചെയ്യും. അള്ളാഹു എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഈ സദഖ ചെയ്യുന്ന ആളുകൾ ഏത് ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്നു അള്ളാഹു ആഗ്രഹം അള്ളാഹു സബലീകരിച്ചു കൊടുക്കട്ടെ. ഈ കൈകൾ മറ്റാരുടെ മുമ്പിലും മരണം വരെ നീട്ടാൻ അള്ളാഹു ഇടവരുത്താതിരിക്കുമാറാകട്ടെ. ആരും ഒഴിവാകരുത്, എല്ലാവരും ചെയ്യും. അങ്ങനെ ബഹുമാനപ്പെട്ട യൂനുസ് നബി കപ്പലിൽ കയറി. നടുക്കടലെത്തിയപ്പോ കാറ്റും കോളും അടിച്ചു, തിരമാല പ്രക്ഷുബ്ധമായി. കപ്പല് കിടന്ന് മുങ്ങാൻ പോയി. അന്നത്തെ ജീർണതയുടെ സംസ്കാരം കപ്പിത്താൻ പറഞ്ഞു, ഈ കപ്പലിൽ പാപിയായ ഏതോ ഒരു മനുഷ്യൻ കടന്നിട്ടുണ്ട്, അയാളെ എടുത്തു കളഞ്ഞാലല്ലാതെ നമ്മൾ മുങ്ങിപ്പോകും. അവസാനം ഈ 100-300 യാത്രക്കാരുള്ള കപ്പലിൽ ആരാണ് പാപി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? യൂനുസ് നബി ആ കപ്പലിൽ നടുക്കടലിലാണ് സംഭവം. അവരെല്ലാവരും ഇവിടെ നറുക്കിട്ടു. ആദ്യം വന്ന പേര് യൂനുസ് ബിൻ മത്ത, യൂനുസ് നബിയുടെ പേര്. യൂനുസ് നബി എല്ലാവരും കൂടി കടലിൽ ഇറങ്ങാൻ പോയപ്പോ യൂനുസ് നബി പറഞ്ഞു, ഇല്ല, ഞാൻ പാപിയല്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഒന്നുകൂടി നറുക്കിടണം. രണ്ടാമതും നറുക്കിട്ടു. രണ്ടാമതും വന്ന പേര് യൂനുസ് ബിൻ മത്ത, യൂനുസ് നബിയുടെ പേരാണ് വന്നത്. മൂന്നാമതും നറുക്കിട്ടു. മൂന്നാമതും വന്ന പേര് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. എല്ലാവരും കൂടി 2 കൈയിലും 2 കാലിലും താങ്ങിയെടുത്തിട്ട് അതാ യൂനുസ് നബിയെ തിരമാലകൾ ആഞ്ഞെടുക്കുന്ന കടലിലോട്ട് വലിച്ചെറിയുന്നു. സഹോദരങ്ങളെ, കടലിന്റെ നടുക്കടലിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന തിരമാലകളാഞ്ഞെടുക്കുന്ന മഹാസമുദ്രത്തിന്റെ നടുവ് നമ്മുടെ യൂനുസ് നബി കിടന്ന് വെപ്രാളപ്പെടുകയാണ്. കപ്പൽ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ നമ്മുടെ യൂനുസ് നബി എവിടെയെന്നറിയുമോ? നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത നടുക്കടലിന്റെ മധ്യത്തിലാ. ആ സമയത്തൊരു നീലത്തിമിംഗലം പാഞ്ഞു വന്നു. ആ തീരത്തിമിംഗലം യൂനുസ് നബിയെ വിഴുങ്ങി. യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിലായി. യൂനുസ് നബിയാണെങ്കിലോ തിമിംഗലം യൂനുസിനെയും കൊണ്ട് നേരെ കടലിന്റെ അടിത്തട്ടിലോ
കരയിലോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ യൂനുസ് നബി ഇരിക്കുന്നത് എവിടെയാ? ആരും കടന്നു വരാത്ത നടുക്കടലിന്റെ നടുവിൽ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുകയാ. രക്ഷപ്പെടാനൊരു പഴുതുകൾ പോലുമില്ല. എന്റെ ശബ്ദ ശ്രവിക്കാൻ ഈ സായാഹ്നത്തിൽ കടന്നു വന്നവരെ, മനസ്സ് പതറരുതേ, മനസ്സ് പതറരുതേ, മനസ്സ് തളരരുതേ. രക്ഷപ്പെടാൻ ഒരു വിദൂര സാധ്യത പോലുമില്ല. ഏഴാം ബഹറിന്റെ അടിയിലെന്ന് പറഞ്ഞതുപോലെ ആരും കടന്നു വരാത്ത തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന കൊടുങ്കടലിന്റെ നടുവിന്റെ ഉള്ളില് തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന യൂനുസ് നബി രക്ഷപ്പെടുമോ? രക്ഷപ്പെടില്ല. ആ സമയത്ത് ഖുർആൻ തന്നെ പറയുകയാ, വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി. തിമിംഗലത്തിന്റെ വയറ്റുണ്ടിൽ പോയ പ്രവാചകൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലെന്ന് മനസ്സിലായപ്പോ ഫനാദാ ഫിൽ ദുലുമാത്, അതാ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിലിരുന്നിട്ട് യൂനുസ് നബി ഒരു മുഅ്മിനിന്റെ ആയുധം വെളിയിലെടുക്കുകയാ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരാ സഹോദരി, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധമുണ്ടല്ലോ, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിലിരുന്നിട്ട് പറയാൻ തുടങ്ങി, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40 ദിവസം യൂനുസ് നബി ദുആ പറഞ്ഞു. ഈ ദുആഇന്റെ പേര് തന്നെ ദുആഉൽ കർബ് എന്നാണ്. ഏത് വിഷമങ്ങളും മാറ്റുന്ന ദുആ. അല്ലാഹ് പറയുകയാണ് 40 ദിവസമായപ്പോ ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ കർബിൽ ലദീ. ആ യൂനുസിന്റെ ദുആയ്ക്ക് ഞാൻ മറുപടി കൊടുത്തു. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് യൂനുസിനെ ഞാൻ കരകയറ്റി. 40 ദിവസം പൂർത്തിയാകുമ്പോ അല്ലാഹ് പറഞ്ഞു, നീലത്തിമിംഗലമേ സമുദ്രോപരിതലത്തിലോട്ട് കടന്നു വരിക. നീലത്തിമിംഗല സമുദ്രത്തിന്റെ മുകളിൽ വന്നു. അല്ലാഹ് പറഞ്ഞു യൂനുസ് ഈ തിമിംഗലത്തോട്, എന്റെ യൂനുസിനെ വെളിയിലാക്കുക. ആ യൂനുസിനെ തിമിംഗല ഛർദിച്ചപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയിലോട്ട് തെറിച്ചു വീണു. സഹോദരങ്ങളെ, 40 ദിവസം ആരും കടന്നു വരാത്ത ആടിക്കടലിന്റെ ഉള്ളിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബിയെ ഒരു പോറല് പോലും ഏൽക്കാട്, ഒരു വായു പോലും കടന്നു ചെല്ലാത്ത തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളില് ആരാ യൂനുസ് നബിയെ കാത്തു സൂക്ഷിച്ചത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനാണ് നിന്റെ അള്ളയെങ്കിൽ അള്ള തന്നെ പറയുകയാണ്, ആരും രക്ഷിക്കാനില്ലാത്ത യൂനുസിനെ ഞാൻ രക്ഷിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്ന് ഈ പ്രഭാഷണം അവസാനിക്കുമ്പോ എന്നെ കാണാൻ ആഗ്രഹിച്ച് കാത്തുനിന്ന, എന്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുമിച്ച് നിന്ന സഹോദരങ്ങളോട് ഇവിടെ കണ്ടിട്ട് നമ്മൾ പിരിയുകയാണ്. പിരിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പുതിയ ചിന്ത ഞാൻ പറയുകയാണ്. അള്ള പറയുകയാണ്, യൂനുസ് എന്ത് ചെയ്തെന്നറിയോ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ആ യൂനുസ് എങ്ങാനും ഇനി ഞാൻ രക്ഷപ്പെടൂല എന്ന് കരുതി തസ്ബീഹ് ചൊല്ലാട് ദിക്ർ ചൊല്ലാട് എവിടെ കിടന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവൻ വെളിയിൽ വരുമായിരുന്നില്ല. അല്ലാഹ് പറയുകയാണ്, ഞാൻ ഏതായാലും പെട്ടുപോയി. സഹോദരങ്ങളെ, നമ്മുടെ പതിവ് അങ്ങനെയാ. ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതി സ്വയം ശപിച്ചാൽ അല്ലാഹ് പറയുന്നു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. തസ്ബീഹ് ചൊല്ലാതെ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കുമായിരുന്നു യൂനുസ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ നമ്മുടെ ആയുധമേടാ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാനാഭാഗത്ത് നിന്ന് തിരമാലകനാടിക്കുന്ന നടുക്കടലിലൂട്ട് കടന്നു പോകുമ്പോ, ആരുമില്ലാതെ കാറ്റും കോളും പ്രക്ഷുബ്ധമായി തിരമാലകളാഞ്ഞടിക്കുമ്പോ, ആരുമില്ലാത്ത നടുക്കടലിൽ ഒരു കൊതുമ്പ് വെള്ളത്തിൽ നീ തന്നെ തുടയുകയാണെങ്കിലും എന്തിനാ പൊന്നുമോനെ പതറുന്നത്? എന്തിനാ? കാംതാകെ ദിൽ തേര അന്തേശ തൂഫാൻ സഖ്യാ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഗ് കിസ്കി ദസ്തു തൂ ആവാസ് രഹിതി ഹെ തുഛേ രാഗു തൂ റഹബർ ബി തൂ റഹ്റു ബി തൂ മൻസിൽ ബി തൂ. കവി ചോദിക്കുകയാണ്, കാം
കാന്താഹതിൽ. ഇവിടെ തടിച്ചുകൂടിയ ജനാരവത്തോടാണ് എന്റെ ചോദ്യം. കാന്താഹതിൽ എന്തിനാ നിന്റെ ഹൃദയം പതറുന്നത്? എന്തിനാ? ഒരു ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ, കടം വരുമ്പോ, വൈതരണികളും വൈഷമ്യങ്ങളും എല്ലാം നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ എന്തിനാ നിന്റെ ഹൃദയം പതറുന്നത്? നഹുതാതു, നിനക്കൊരല്ലാഹു ഇല്ലയോ? നിനക്കൊരല്ലാഹു ഇല്ലയോ? റാഹുതു റഹ്ബർ ബിതു റഹ്റൂബിതു മൻസിൽ ബിതു. അവനാണ് നിന്റെ കൈപിടിക്കുന്നവൻ. നടുക്കടലിന്റെ നടുവിൽ ഒരു കൊതുമ്പ് വെള്ളത്തിൽ തിരമാലകളാ നടിക്കുമ്പോ തനിയെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞാൽ ശരി, ആ സമയത്തും അള്ളയാണ് നിന്റെ കൂടെയുള്ളതെങ്കിൽ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സഹോദരങ്ങളെ, ഉറക്കമില്ലാത്തൊരു തമ്പുരാൻ, മയക്കമില്ലാത്തൊരു തമ്പുരാൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവൻ ഉറക്കമില്ലല്ലോ. എന്തിനാണ് പതറുന്നത്? എന്തിനാണ്? നഹുദാതു റാഹുതു റഹ്ബർ ബിതു റഹ്റൂബിതു മൻസിൽ ബിതു. ഈ ജീവിതമെന്ന് പറയുന്ന ഈ തുഴവഞ്ചി, ഈ ജീവിതമെന്ന വഞ്ചി തിരമാലകളാഞ്ഞടിക്കുമ്പോ തിരിച്ചു പോകരുത്. തിരമാലകളെ കീറി മുറിച്ച് ജീവിതമെന്ന വഞ്ചി നിന്റെ കടത്തിൽ അവസാനിപ്പിക്കേണ്ടത് നീയാണ്. പാതിവടിയിൽ പതറരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? വമൻ ഖതല നഫ്സഹു ബിഹദീദ ഫഹദീദതുഹു ഫീ യദിഹി ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. ആരെങ്കിലും ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നാളെ അതേ ആയുധം നാളെ പരലോകത്ത് അല്ലാഹു അവന്റെ വയറ്റിൽ കുത്തിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്ത് അതേ വിഷദ്രാവകം അവന്റെ തൊണ്ടക്കുടിയിലേക്ക് അല്ലാഹു ഊറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്താൽ, മാർക്ക് ലിസ്റ്റിന് മാർക്ക് കുറയുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് താഴെ ചാടുന്ന വിദ്യാർത്ഥികൾ, അല്ല പറഞ്ഞു നാളെ നരകത്തിന്റെ പടുകുടിയിലേക്ക് അവനെ അല്ലാഹു വലിച്ചെറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരരെ, തളരരുത്. ഏത് പ്രയാസം വന്നാലും പൊന്നു പെങ്ങളെ ജീവിതത്തിനോട് പടവെട്ടുക. തിരമാലകളെ കീറി മുറിച്ചിട്ട് പോകുന്ന പടക്കപ്പൽ പോലെ ജീവിതത്തെ മുന്നോട്ട് തുടയാൻ പാതിവടിയിൽ പതറരുത്. നത്താക്കത്തേന ഉത്തേക കഥം, കാലുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി സംഭരിക്കുക. അതിനേറ്റവും വലിയ ആയുധം അല്ല പറഞ്ഞു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. തസ്ബീഹ് ചെയ്യുക, ദിക്ർ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പ്രയാസങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത മാർച്ച് 16, 17 തീയതികളിൽ ഹദ്ദാദ് നഗർ ബേക്കൽ ഞാൻ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഇതിന്റെ ബാക്കി. ഇങ്ങനെ ജീവിതത്തിൽ രോഗം, കടം, പ്രയാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ കാരണമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായാൽ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മാർച്ച് 16, 17 ഹദ്ദാദ് നഗറിലെത്തി ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഇത്രയും സ്നേഹത്തോടെ ഈ സന്ധ്യാസമയത്ത് ഇവിടെ എത്തിയവരല്ലേ, നമ്മുടെ എല്ലാ ടെൻഷനും മാറാൻ ഞാൻ ദിക്ർ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാൽ ഹൗകലതു ശിഫാഉൽ ലിതിസ്അതിൻ വതിസ്ഈന ദാ. പതിവായി നിങ്ങൾ ഹൗകല പറഞ്ഞോ, അത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന് ലോകത്തിൽ ഇതേവരെ കള്ളം പറയാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്നെ നിങ്ങൾ ഇത്രയും കാത്തിരുന്ന് സ്നേഹിച്ച് ഈ വാതിനെത്തിച്ചവരല്ലേ, എന്റെ വക നിങ്ങൾക്കൊരു സമ്മാനം. എന്റെ ഇതൊക്കെ തരാനുള്ളൂ. വലൈസ ഇന്ദി ദീനാറും വലാ ദിർഹം. എന്റെ കയ്യിൽ ദീനാറും ദിർഹമൊന്നും ഇല്ല തരാൻ. പക്ഷെ എന്റെ കയ്യിൽ തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാഹ് നിങ്ങൾ ചൊല്ലൂല്ലേ? പതിവായിട്ട് ഹൗക്കല പറഞ്ഞു. അത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. കോട്ടക്കൽ ആയുർവേദശാലയിൽ കിട്ടൂല ഈ മരുന്ന്.
99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. അതിലേറ്റവും ചെറിയ രോഗം ഏതാ? ഐസറുഹാൽ ഹമ്മു. അതിലേറ്റവും ചെറിയ രോഗം മനപ്രയാസം മാറലാണ്. ടെൻഷൻ മാറും ഈ ദിക്ർ പറഞ്ഞാലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ കടമുള്ളവരുടെ കടം മാറും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും. ഖുർആൻ സൂറത്തുൽ കഹഫ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അകല്ല മിൻക മാലം വലദ. സമ്പത്തുണ്ടാകും, മക്കളുണ്ടാവും. ദാരിദ്ര്യം മാറും. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. ദുനിയാവിലെ കഷ്ടപ്പാടിനേക്കാളും വലിയ കഷ്ടപ്പാടാണ് ആഖിറത്തിലെ കഷ്ടപ്പാട്. അള്ളാഹു അത് മാറ്റി തരട്ടെ. അത് മാറ്റി തരാനുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 9 മണിക്ക് പൗല് വന്നാ പറഞ്ഞുതരാം. ആഖിറത്തിലെ കഷ്ടപ്പാട് മാറും. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ആഖിറമാണെന്ന് വിഷയം. ആഖിറത്തിലെ കഷ്ടപ്പാട് മാറാൻ നബിതങ്ങൾ ഫാത്തിമാവിക്ക് പറഞ്ഞു കൊടുത്തൊരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് പൗല് വന്നാ പറയാം. എല്ലാം കൂടെ ഒന്നിച്ചെന്നാ അങ്ങനെ പൗലത്തൂൽ ഇൻഷാ അല്ലാഹ് 9 മണിക്ക് 8:30. ദാരിദ്ര്യ രോഗം മാറും. ഹൗക്കല പറയണം. ഹൗക്കല എന്ന് പറഞ്ഞാൽ എന്താ? ഹൗക്കല എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ പതിവായി പറഞ്ഞു. ബിസ്മി ചേർത്തിട്ട് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ പതിവായി പറഞ്ഞു. 99 രോഗങ്ങൾക്ക് ഇത് മരുന്നാണ്. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. ചില എല്ലാരും പറയൂലേ, ഇന്ന് മുതൽ പറയോ? ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നും നിങ്ങളോട് വർത്താനം പറയാൻ എനിക്ക് സമയമില്ല. അവനെ പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി, സമയമില്ലാത്തതുകൊണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാഹ് പറയൂലേ? എപ്പോഴാ പറയുക? എപ്പോഴോ? അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. അതിരാവിലെ സുബഹിക്ക് ശേഷവും വൈകുന്നേരം മഗ്‌രിബിന് ശേഷവും എന്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? ഈ ടെൻഷന്റെ ലോകത്ത് ടെൻഷൻ മാറും, ദാരിദ്ര്യം മാറും, കടം മാറും. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് ഉണ്ടാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇൻഷാ അല്ലാഹ് പതിവായിട്ട് പറയൂലേ? ഇൻഷാ അല്ലാഹ് പറയൂലേ? പറയുമ്പോ അഹമ്മദ് കബീർ വാക്കവിയും കൂടെ ഓർക്കൂലേ? ഓർക്കുമ്പോ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ആഖിബത്തിന് വേണ്ടി, എന്റെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു ഈ കാസർഗോഡ് ഈ അഷ്റഫ് വല്ലാതെ എന്നെ നിർബന്ധിച്ചിട്ടാണ് ഈ പരിപാടി ഞാൻ എത്തിയത്. ഇതിന്റെ സംഘാടകർ അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ മസ്ജിദാണെങ്കിലും അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പുരോഗമന പ്രവർത്തനം, ആരുമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി കുറെ ചെറുപ്പക്കാർ, ആരുമില്ലാത്ത ആളുകളുണ്ടല്ലോ, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരർത്ഥഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ. സങ്കടം കേൾക്കാൻ ആരുമില്ലാത്ത നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ, ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ കടത്തിണ്ണയിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന പാവപ്പെട്ട 10,000-കണക്കിന് പതിതരായ മനുഷ്യരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഈ സമൂഹം. നമ്മളൊക്കെ 12 കറിയും കൂട്ടി മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിന്റെ പുറകിൽ നായയോട് കടിപിടി കൂടുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഒരു നേരത്തെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി യുവാക്കൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി ഒരു സഹോദരി ഒരു സ്വർണ്ണ കമ്മല് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇതിന് പകരം നാളെ സ്വർഗത്തിലെ സ്വർണ്ണ സമ്മാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും കുറെ ആളുകൾ ദുആ ചെയ്യാൻ തന്നിട്ടുണ്ട്. 10 സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. കോട്ട അബ്ദുറഹ്മാൻ 10 ചാക്ക് സിമന്റ്. Latest music, visit www.msgallery.mobi.